അല്ല എന്നെ ഉമ്മ മരിച്ചിട്ട് പിന്നെ ഔത്തുള്ളൂ ഭയങ്കര ചർച്ച വച്ചത് ഒരു മസാലയ്ക്ക് കൂമ്പാനായിട്ട് നിങ്ങൾക്ക് ഫോണാക്കി എന്തുള്ള മസാല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മയുടെ സാരി ഉണ്ട്, ഉമ്മയുടെ നൈറ്റി ഉണ്ട്, അതേപോലെ ഉമ്മയുടെ ചെരുപ്പ്, ഉമ്മയുടെ കുറെ ഡ്രസ്സെല്ലാം ഉണ്ട് ഉസ്താദ്. അതില് കട്ടുപാട്ടണോ വെള്ളത്തിൽ ഇടണോ അല്ല പൂത്തി വീക്കണോ, കത്തിക്കണോ അല്ലെ വെള്ളത്തിൽ പുഴക്ക് ഒഴിക്കണോ അല്ലെങ്കിൽ പൂത്തി വെക്കണോ, എന്താ ചെയ്യേണ്ടത്, കുഴിച്ചു മൂടണോ? അപ്പൊ ഞാൻ കേട്ടവനോട് ഓനില്ലേ ഉമ്മയുടെ കൽത്തില് കാതില് ബംഗാരം തില്ലന്തള എന്ത് അതിരെ എന്ത് കഥ കേക്കോ കാരണന്റെ ഈ പൊരലൊരു ചർച്ച ആരെയും ആണുമക്കൾക്കും പെണ്ണുമക്കൾക്കും ഉമ്മന്റെ ഡ്രസ് ഇട്ട് ഉമ്മന്റെ റൂഹാനി വരുന്നു, ഉമ്മന്റെ സാരി എടുത്ത് ഉമ്മന്റെ റൂഹാനി വന്നിട്ട് തുപ്പത്തറാക്കുന്ന ചൗക്കിനാവെല്ലാം വന്നിട്ട് പേടിപ്പിക്കുന്നു, ഉമ്മന്റെ ചെറുപ്പിട്ടങ്ങ് റൂഹാനി വരുന്നു, അതെല്ലാം പരല് വെക്കണോ വല്ല ഉമ്മന്റെ കടക്കെ തലങ്ങണിയെല്ലാം പരല് വെക്കണോ വല്ല അത് റൂഹാനി വരുന്നു. അതുകൊണ്ടിട്ട് എന്താക്കുന്ന പൂക്കോണ കത്തിക്കൊണ പഴക്കറിയാണോ കൊണ്ടുപോയിട്ട്. അപ്പൊ ഞാൻ കേട്ട് വിഷയം ശരിയല്ലേ, നിങ്ങൾ ചില്ലതിന്റെ പരലെല്ലാം വിഷയം ശരിയന്നെ, അത് മരിച്ചവര സാമാനൊന്നും പരല് വെക്കണമല്ലോ, സൈത്താനം വന്നിട്ട് റൂഹാനെല്ലാം വന്നിട്ട് പതറാക്കാതിരിക്കുന്നില്ല, ജാവെല്ലാം കുളിമാളം അടിമുടി എത്ര ഒക്കെ സൈത്താൻ പിടിച്ചിട്ടെല്ലാം ഉണ്ട്, അത് വെക്കണമല്ലോ, കത്തിക്കോണല്ലോ കിണറ്റിലേക്ക് എറിയണം, കൊണ്ടിട്ട് പൂക്കോണോ അല്ലെങ്കിൽ വെള്ളത്തിനിടണമെന്നില്ല. ഒക്കും എന്റെ ഒക്കും വലിയ മൂത്തുള്ള അങ്ങനെ ചെന്നേ. അപ്പൊ പിന്നെ കേട്ട ഞാൻ ഉമ്മന്റെ കൗത്തില് അരിക്കത്ത് മൊയിരം പഴ എന്തുണ്ടായ അതും പുസ്തകം, അത് അതിനെന്താക്കിയല്ല അത് ഓതിയാക്കല്, അതില് റൂഹാനി വരുന്നില്ല. ഈ റൂഹാനി വരുന്ന എന്തെങ്കിലും ഉമ്മയിട്ട ഡ്രസ്സിലും ചെറുപ്പിലും അതേപോലെ ഉമ്മ കിടക്കുന്ന ഒല്ലിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് പിന്നെ മേൽക്കിട ചലിക്കും വിടുന്ന ഒല്ലിയിൽ മാത്രം റൂഹാനി വരുന്നത്. ഉമ്മന്റെ കൗത്തിലുള്ള മാലലും കാതുള്ള അരിക്കത്തിലും റൂഹാനി വരുന്നില്ല, അത് എല്ലാവർക്കും വേണം. എന്ത് കാട്ടയിലൊക്കെ കേട്ടു ഉമ്മന്റെ നടക്ക് വേണം പൊന്നെ, അത് മാല ഉയരാണ് അഭിരാന്തല്ലേ, അതല്ല അപ്പൊ ഭ്രാന്തല്ലേ. ഒരു ചെറുപ്പ് കിട്ടിയെങ്കിൽ ഭാഗ്യാന്ന് വെച്ച ഉമ്മന്റെ സ്മരണക്കൊന്ന് പൊരല് കൊണ്ടുപോയിട്ട് എടുത്തു പേരാ നീ. ഒരു ചെറുപ്പ് കിട്ടിയെങ്കിൽ അത് ഭാഗ്യാന്ന് പേരിച്ച ഉമ്മന്റത്. ഉമ്മ നിന്റെ സ്വർഗം അല്ലെ, അത് മാതാപിതാക്കളെ വിഷയം കൂടുതൽ പറയുന്നില്ല, ഞാൻ സൂചിപ്പിച്ചത് മാത്രം. ഉമ്മ നിന്റെ സ്വർഗം, അതിൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ഉമ്മയുടെ പാദസേവ നടത്തിയവർക്ക്, ഉമ്മയുടെ കാല് കഴുകിയവർക്കാണ്, ഉമ്മക്ക് മരുന്ന് കൊടുത്തവർക്കാണ്, ഉമ്മക്ക് വയറ്റിന് ഭക്ഷണം നൽകിയവർക്കാണ്, ഉമ്മക്ക് വെള്ളം കൊടുത്തവർക്കാണ്, ഉമ്മക്ക് വസ്ത്രം കൊടുത്തവർക്കാണ്, ഉമ്മയുടെ ഖിദ്മത്ത് ചെയ്തവർക്കാണ്.